വൈജയന്തി സുനിതയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ കൊച്ചമ്മയെന്നോ മേഡമെന്നോ വിളിച്ചാൽ മതി, ചേച്ചിയെന്ന് വിളിക്കണ്ട, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബബിയും കൃഷ്ണയും കൂടി പറയുന്നുണ്ട്, അമ്മ ഇത് എന്ത് ഭാവിച്ചാ, ഈ ചേച്ചിയുടെ ആവശ്യം നമ്മുടെ വീട്ടിലില്ലല്ലോ, ഞങ്ങളിപ്പോൾ ഇവിടെ പണി ചെയ്യുന്നില്ലേ, അത് പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വൈജയന്തി ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ 5 മണിക്ക് എണീച്ച് ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, ഞാനാണ് ഇവിടുത്തെ കുടുംബനാഥ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നടന്നാൽ മതി, ഇതുവരെ അങ്ങനെയല്ലേ നടന്നത്, ഇനിയും അങ്ങനെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട്, അലിനി ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും പണി തീരുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ കണ്ടു നിങ്ങൾ രോഹിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, അവനൊരു ആൺകുട്ടിയല്ലേ, അവനെ എന്തിനാ അങ്ങനെ പണിയെടുപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണ പറയുന്നുണ്ട്, എന്താ ആണുങ്ങൾക്ക് പണിയെടുത്താൽ പറ്റില്ലേ, പെണ്ണുങ്ങൾ മാത്രം പണിയെടുത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആണുങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ആണുങ്ങളെ സോപ്പിട്ട് നിർത്തിയിട്ട് വീട്ടിലുള്ള പണിയൊക്കെ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പറയുന്നുണ്ട്. നിന്റെ അച്ഛൻ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയല്ലാതെ അച്ഛൻ എന്തെങ്കിലും ഒരു ഗ്ലാസ്സെങ്കിലും അടുക്കളയിൽ പോയി കഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ബബിത വന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊന്നും അച്ഛൻ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി വേലക്കാരി വെച്ച് വിളമ്പിയത് വേണോ നമ്മൾ കഴിക്കാൻ, അച്ഛൻ എന്താ ഒന്നും പറയാതെ, അച്ഛൻ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അമ്മ എന്ത് കുസൃതി തെറ്റ് കാണിച്ചാലും അച്ഛൻ മിണ്ടാതിരിക്കുകയല്ലേ ഉള്ളൂ, ഞങ്ങളുടെ കാര്യത്തിൽ പോലും അച്ഛൻ ഇടപെടാറുണ്ടായിരുന്നില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ഇപ്പം എന്താ അച്ഛൻ്റെ ക്യാരക്ടർ മാറിപ്പോയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന ചേച്ചി വന്നപ്പോഴാണ് അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ സ്വഭാവം, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അത് പുറത്തു വരാൻ കുറച്ച് താമസം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അലീന അതിനൊരു കാരണം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഔട്ടിങ്ങിന് പോയാലോ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ബബിതയായിട്ട് ചോദിക്കുന്നുണ്ട്. ബബിതയ്ക്ക് അത് കേട്ടതും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അവരോടൊക്കെ പോയി പറയുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ നിൽക്കുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഭക്ഷണം വിളമ്പി വെച്ചതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നിങ്ങൾ കഴിക്കാതെ അതെല്ലാം വേസ്റ്റായി പോവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നെ മത്സരിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, അത് നമുക്ക് വൈകുന്നേരത്താണെങ്കിലും കഴിക്കാമല്ലോ, അച്ഛൻ എപ്പോഴെങ്കിലാണോ ഒന്ന് പുറത്തേക്ക് കൂട്ടിയിട്ട് പോവുക, ഇപ്പോൾ ചോദിച്ചപ്പോൾ അത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ, പിന്നെ ഒരിക്കലും പിന്നെ അച്ഛൻ കൂട്ടിയിട്ട് പോവില്ല, അതുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണയും പറയുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കൊത്തർപ്പുഴയിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. പപ്പ ഇവിടെ പട്ടാളച്ചിട്ടയാണ് നടത്തുന്നത്, വേലക്കാരോട് പോലും ഒരു അനുകമ്പയില്ല, കിച്ചണൊന്നും ഒരു വൃത്തിയോ വെടുപ്പോ ഇല്ല, ഒരു ഡിസിപ്ലിനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം നീ അവിടെ ഒന്ന് നിലനിൽപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് മതി അവിടെ ഭരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് പപ്പയുടെ അപ്പച്ചൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്നെ കാണുമ്പോൾ ചിന്നമ്മയെ പോലെ ഉണ്ടെന്നും പറഞ്ഞ് ആള് കീഴടങ്ങി, ഇപ്പം ഞാനും വലിയപ്പച്ചനും ഒറ്റക്കെട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പപ്പയ്ക്ക് ഒരു ഡിസിപ്ലിനും ഇല്ല, എപ്പം നോക്കിയാലും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ടൈം കുടിയാണ്, രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെയും കള്ളുകൂടി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രനും മക്കളും കൂടെ പുറത്തൊക്കെ പോയിട്ട് വീട്ടിനുള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ മക്കളുടെ അടുത്ത് പറയുന്നുണ്ട്, അവൾ പഴയ ഭരണം പിടിച്ചടക്കാൻ നോക്കുകയാണ് നിങ്ങളുടെ അമ്മ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം, നിങ്ങൾ എന്നെ വിട്ടേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.